ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ ചോര ചിതറിയ നിമിഷങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഭീകരതയ്ക്ക് നമ്മുടെ സൈന്യം നൽകുന്ന മറുപടിക്കായി കാത്തിരുന്നു ഏവരും. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയ കേന്ദ്ര സർക്കാർ അടുത്ത ഘട്ടത്തിന് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി. മെയ് 7-ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ, ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ പോരാട്ടത്തിന്റെ പേര്. ഭീകരതയുടെ വേരറുത്ത് രാജ്യത്തിനും ലോകത്തിനും സമാധാനം കൈവരിക്കാനുള്ള പോരാട്ടം. സൈന്യത്തിന് പിന്നിൽ അണിനിരുന്നത് ഈ മഹാരാജ്യത്തെ ജനങ്ങൾ ഒന്നാകെയാണ്. It's easy to forget how fragile that peace is. At the moment an air raid siren pierces the calm, everything changes. India's safety doesn't begin at the border. It begins with you. When you hear the siren, act fast. മെയ് 7-ാം തീയതിയിലെ മോക്ക് ഡ്രില്ലിനായി ഒരുങ്ങുകയായിരുന്നു ഏവരും. പക്ഷേ അന്ന് പുലർച്ചെ ഇന്ത്യ ഉണർന്നത് ആത്മവീര്യമുണർത്തുന്ന വാർത്ത കേട്ട്. പെഹൽഗാമിലെ ചോരയ്ക്ക് നമ്മുടെ മറുപടി. ഓപ്പറേഷൻ സിന്ദൂർ. മെയ് 7 പുലർച്ചെ 1:05 മുതൽ 1:30 വരെയുള്ള വെറും 25 മിനിറ്റ് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ അടിവേരിളക്കി ഇന്ത്യൻ സൈന്യം. ഓരോ ഭീകരവാദ കേന്ദ്രങ്ങളെയും തിരഞ്ഞു പിടിച്ചു തരിപ്പണമാക്കി. പാക് അധീന കശ്മീരിലെ 5 ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ. മുസഫറാബാദിലെ സവായ നാല ക്യാമ്പും സെയ്ദന ബിലാൽ ക്യാമ്പും, കോട്ട്ലിയിലെ ഗുൽപൂരും അബ്ബാസും, ഭീംബറിലെ ബർണാല, എല്ലാം ഞൊടിയിടയിൽ ഭസ്മം. പാക് അധീന കശ്മീരിൽ ഒതുങ്ങുന്ന മറുപടി പോരായിരുന്നു. പാകിസ്ഥാന്റെ 100 കിലോമീറ്ററിലേറെ ഉള്ളിലേക്കുള്ള ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ ചൂടറിഞ്ഞു. സിയാൽകോട്ടിലെ സർജാൽ, മെഹ്മുന ജോയ് ഭീകര കേന്ദ്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അവശിഷ്ട കൂമ്പാരമായി. മുരീദ്കയിൽ ലഷ്കർ-ഇ തോയ്ബ കേന്ദ്രം കൃത്യമായി തകർത്തു നമ്മുടെ സൈന്യം. ഒന്നുകൂടി കൊടുത്തു. ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം മർക്കസ് സുബാനല്ല. വകവരുത്തിയത് യൂസഫ് അസർ, അബ്ദുൾ മാലിക്, മുബാസിൽ അഹമ്മദ് അടക്കമുള്ള 100-ലേറെ ഭീകരരെ. സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാകാതെ, അണുവിട തെറ്റാതെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം നമ്മൾ തകർത്തു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഭീകരതയ്ക്കെതിരായ ഏറ്റവും കൃത്യതയാർന്ന പ്രഹരശേഷിയുള്ള സൈനിക നടപടിയായി മാറി ഓപ്പറേഷൻ സിന്ദൂർ. ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ DGMOയെ ഇന്ത്യ വിവരമറിയിച്ചു. നടപടി ഭീകരതയ്ക്കെതിരെയാണ്, യുദ്ധമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. മറിച്ചൊരു സമീപനമുണ്ടായാൽ തിരിച്ചടി കനത്തതായിരിക്കും. ഒന്നിൽ നിന്നും ഒന്നും പഠിക്കാത്ത പാകിസ്ഥാൻ അടുത്ത അടി ഏറ്റുവാങ്ങാൻ തയ്യാറെടുത്തു.